2024 ലോകകപ്പിന് ശേഷം 2020 എല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഘം മറ്റൊരു ലോകകപ്പ് മുന്നിലെത്തി നിൽക്കുമ്പോൾ ആരാധകർ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു കിരീടം, അതും ഗംഭീറിന് കീഴിൽ. ലോകകപ്പിന് ശേഷം 2020 യുവനിരയുമായി മികച്ച ഫോമിലാണ് ഇന്ത്യ. എന്നാൽ താൻ ആഗ്രഹിച്ചയിടത്ത് ടീം എത്തിയിട്ടില്ലെന്നാണ് പരിശീലകൻ ഗൗതം ഗംഭീർ പറയുന്നത്. ടീമിൽ വൻ താരനിരയാണ്, അതിൽ നിന്ന് മികച്ചവരെ കണ്ടെത്തുക പ്രയാസമാണെന്നും ഗംഭീർ പറയുന്നു. ലോകകപ്പിനായി 3 മാസങ്ങൾ ബാക്കിയുണ്ടെന്നും താരങ്ങൾ ഫിറ്റ്നസ് നിലനിർത്തുമെന്ന ഉറപ്പുണ്ടെന്നും ഗംഭീർ. ഫോർമാറ്റുകൾ വളരുമ്പോൾ പരിശീലകരും അതിനൊത്തു ഉയരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ഗംഭീർ പറഞ്ഞു. ലോകകപ്പിൽ ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സ്ഥാനമുറപ്പിച്ചെന്ന സൂചനയും പരിശീലകൻ നൽകുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് വെല്ലുവിളിയാകുന്നത് 3-ാം നമ്പറിൽ ആര് ഇറങ്ങുമെന്നതിലാണ്. കഴിഞ്ഞ പരമ്പരയിൽ 3 താരങ്ങളെയാണ് ഗംഭീർ പരീക്ഷിച്ചത്. നായകൻ സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ശിവം ദുബെ. 4-ാം നമ്പറിൽ തിലക് വർമ്മ ഏറെക്കുറെ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസണിന് തന്നെയാണ് സാധ്യത. ജിതേഷ് ശർമ്മയും സഞ്ജുവിന് പകരക്കാരനാകാനുള്ള പോരിലുണ്ട്. ഓൾറൗണ്ടർമാരിൽ ആരൊക്കെ എത്തുമെന്നതിലാണ് ആകാംക്ഷ. ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ, അക്ഷർ പട്ടേൽ എന്നിവർ മികച്ച ഫോം നിലനിർത്തിയാൽ ടീമിനെ കരുത്താകും. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം 2020 ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ അർഷ്ദീപ് സിംഗിനെയും ടീമിലെത്താൻ വെല്ലുവിളിയില്ല. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും അടങ്ങുന്ന സ്പിന്നർമാരിലും ഇന്ത്യൻ പരിശീലകന് ആത്മവിശ്വാസം. ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യക്ക് 10 2020 മത്സരങ്ങളുണ്ടെന്നും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2020 പരമ്പരയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഗംഭീർ വ്യക്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.